ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും മെയിനായിട്ട് കാണുന്നത് മാങ്ങകൾ, പഴുത്ത മാങ്ങകൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും വാങ്ങിക്കുന്നതിന്. പിന്നെ വീട്ടിലെ മാവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മാമ്പഴം ഉണ്ടായിരിക്കും. നമുക്കത് പൾപ്പായിട്ടും അതുപോലെ തന്നെ മാങ്ങാത്തരിയായിട്ടും സ്ക്വാഷൊക്കെ ആയിട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാം. പിന്നെ നമ്മുടെ വീട്ടിലെ സ്വന്തം മാവായതുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് സ്ക്വാഷ് ഉണ്ടാക്കി വെക്കുന്നത്. ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും അത് തീരുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തത് ഉണ്ടാക്കും. ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാവരുടെയും ഷുഗർ ലെവൽ കയറാനായിട്ട് വഴിയുണ്ടെന്നാണ് തോന്നണത്. അപ്പോൾ നമ്മൾ മാങ്ങ വെള്ളം ചേർത്ത് മിക്സിയിൽ അടിക്കുമ്പോൾ അത് അരിപ്പയിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ചില മാങ്ങയ്ക്ക് നല്ല നാരുണ്ടായിരിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യും വേണം. എന്നാലാണ് പിന്നീട് നമ്മളത് വെള്ളം ചേർത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മധുരം കിട്ടുള്ളൂ. ഒരൽപ്പം ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം പിന്നെ അടുപ്പിൽ വെക്കരുത്. കാരണം അത് അവിടെ ഇരുന്ന് പിന്നെ ചിലപ്പോൾ കട്ടിയാവാൻ സാധ്യതയുണ്ട്. നമ്മൾ തൊട്ടടുത്ത അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊന്ന് പോയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൂട് പെട്ടതിനെ പോവുകയും ചെയ്യും, പിന്നെ അത് കട്ടിയാവില്ല. അങ്ങനെ ഞാൻ അത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പോൾ കുപ്പിയിലാക്കി വെക്കുകയാണ്. ഞാനെപ്പോഴും കേക്ക് ഉണ്ടാക്കാനായിട്ട് മാലാസിൻ്റെ ക്രഷാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ കുപ്പിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്.